നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ വിവിധ വിഷയങ്ങൾ വന്നു മറയുന്നു കേരളത്തിന്റെ സാമൂഹ്യ മുറ്റത്തേക്ക്. ഒരർത്ഥത്തിൽ ഇപ്പോൾ ശബരിമല കഴിഞ്ഞതിന് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, മാറാട് കലാപം പോലെയുള്ള സംഗതികളുമായി CPIMന്റെ മുതിർന്ന നേതാക്കൾ കളം നിറയുന്നത്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പരിശോധിക്കുമ്പോൾ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ CPIMന്റെ നേതാക്കൾക്ക് പുറമെ തന്ത്രി കൂടി ജയിലിൽ പോകുന്ന കാഴ്ച നാം കാണുകയാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത, തന്ത്രിയുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവന്ന സർക്കാർ എന്ന മട്ടിൽ സർക്കാർ സ്വയം ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തന്ത്രി മാത്രമല്ല, മുൻ മന്ത്രിയും കുടുങ്ങാൻ പോകുന്നു എന്നാണ് കോൺഗ്രസുകാർ അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ പറയുന്നത്. തന്ത്രി കൂടി ഈ കേസിലെ പ്രധാന കക്ഷിയായി വരുന്നതോടെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ കേസിന്റെ മാനങ്ങളാകമാനം മാറിയോ? സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം രംഗത്ത് വന്നോ? തന്ത്രിയാണ് ഇതിലെ പരമമായ പ്രധാനി, പങ്കാളി അല്ലെങ്കിൽ ആസൂത്രകൻ. തന്ത്രിയും പോറ്റിയും കൂടിയാണ് എല്ലാം ചെയ്തത്. പാവം പത്മകുമാർ എന്ന നില കേരളത്തിൽ സംജാതമായോ? പോറ്റിയെ കേറ്റിയെ സഖാക്കളാണേ കട്ടത് എന്ന പാട്ട് അപ്രസക്തമായോ? അതോ മറിച്ചാണോ യാഥാർത്ഥ്യം? അതോടൊപ്പം തന്നെ UDFന് മേൽ ആഞ്ഞ് അടിക്കാൻ ശ്രമിക്കുന്ന ഈ മുസ്ലിം എക്സ്ട്രീമിസത്തിന്റെ, തീവ്രവാദത്തിന്റെ കലാപങ്ങളുടെ ചാപ്പ എത്ര ഏശാൻ പോകുന്നു കേരളത്തിൽ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ CPIMൽ നിന്ന്, ഒപ്പം ശ്രീ ഷാബു പ്രസാദ് വലതു നിരീക്ഷകൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റിയുമാണ്. ആദ്യം അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു തന്ത്രിയെ പിടിച്ചതുകൊണ്ട് മാത്രം ഇതെല്ലാമായി, തന്ത്രിയിലെല്ലാം ചുരുക്കാം, തന്ത്രിയിലെല്ലാം കേന്ദ്രീകരിക്കാം എന്നാരും വിചാരിക്കേണ്ടതില്ല. CPIMന്റെ രണ്ട് പ്രധാനികൾ ഇപ്പോഴും ഈ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയാണ്. തന്ത്രിക്ക് ശേഷം ഇനി മന്ത്രി കൂടി വരാൻ പോകുന്നു എന്നാണ് ഈ സർക്കാർ വിമർശകരുടെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്ത്രി പിടിക്കപ്പെട്ടതോടെ ഈ കേസാകെ മാറി മറിഞ്ഞു, ഞങ്ങൾ നിരപരാധികൾ എന്ന് അവതരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അല്ല, ഏറ്റവും ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഹൈക്കോടതി തന്നെ, ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞത് തികച്ചും പ്രൊഫഷണലായിട്ട്, അതുപോലെ സൂക്ഷ്മതയോടെ നടക്കുന്നു, ഒരു പഴുതും അവശേഷിക്കാതെയുള്ള അന്വേഷണം നടക്കുന്നു. ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാർ, ഹൈക്കോടതി തന്നെ തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥന്മാർ, അവർ ഏറ്റവും മികച്ച രീതിയിൽ നിയമപരമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ്. അതിൽ നിന്ന് വ്യക്തമാണ്, ഓരോ 2 ആഴ്ച നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സീൽഡ് കവറിൽ ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ഹൈക്കോടതി അത് പരിശോധിച്ച് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് രേഖപ്പെടുത്തി അന്വേഷണം ഏത് തലത്തിലേക്ക് പോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും കൊടുക്കുന്നു. ആ നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യത്തിൽ ഓരോ അന്വേഷണ കമ്മീഷന്റെ നീക്കവും SITയുടെ നീക്കവും ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ, അണ്ടർ സർവൈലൻസിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇപ്പൊ തന്ത്രി ഇതിൽ പ്രതിയായി വന്നിരിക്കുന്നു. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും തന്ത്രിയാണ്. ഏതായാലും ഫോൺ കോൾ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട്സ്, അതുപോലെ ഇതിൽ പ്രതികൾ അറസ്റ്റിന് മുമ്പ് നടത്തിയ കൂടിക്കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ, അറസ്റ്റ് ചെയ്യാത്തപ്പെട്ട സാഹചര്യത്തിൽ ഇവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, കേരളത്തിനകത്തും പുറത്തും നടത്തിയ കൂടിക്കാഴ്ചകൾ, അങ്ങനെ എല്ലാ അനുബന്ധ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണല്ലോ ഈ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഇനിയും ഇതിൽ പ്രതികളായിട്ടുള്ളവർ പിടിക്കപ്പെടട്ടെ. ഏറ്റവും ശക്തമായി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. ഈ സമയത്ത് അന്വേഷണത്തിൽ ഇന്ന ക്ലെയിം, ഗവൺമെന്റിനെതിരെ അനുകൂലം എന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ പല രൂപത്തിൽ തന്ത്രി പിടിക്കപ്പെട്ടതിന് ശേഷം ഈ അടുത്തത് മന്ത്രി എന്ന രൂപത്തിൽ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ തെളിവുണ്ടോ? പുറത്തു വരട്ടെ. എന്താണ് കണക്ഷൻ എന്ന് പറയട്ടെ. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഇപ്പൊ ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ, മീഡിയ ട്രയൽ നടത്തരുത്. അതോടൊപ്പം തന്നെ തെറ്റായ വഴിക്ക് അന്വേഷണ ഏജൻസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ജാഗ്രത വേണം എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം വഴിതെറ്റി ഇപ്പോൾ അത് അവസാനിപ്പിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ അത് നേരായ വഴിക്കല്ല എന്ന് പറഞ്ഞ വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ 5-ാം തീയതി നൽകിയത്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ, കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരട്ടെ. അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞു, ഇത്ര പരിപാവനമായിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല, ഒരു തുള്ളി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ മാനുവലിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയും നടക്കാൻ പാടില്ല. നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ആരു ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ എടുക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. സത്യം സത്യത്തിന്റെ വഴിക്ക്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ശരിയും ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ, ആ പ്രതികൾ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടട്ടെ, കൂടുതൽ കരുത്തോടെ പോകട്ടെ എന്ന് തന്നെയാണ് അഭിപ്രായം. തന്ത്രി വന്നു. പത്മകുമാറിന്റെയും വാസുവിന്റെയും സംഘത്തിൽ തന്ത്രി കൂടി ഉണ്ട് എന്നാണോ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്? അതോ തന്ത്രിയുടെ സംഘത്തിൽ പത്മകുമാർ ഉണ്ടെന്നാണോ?
നിങ്ങൾക്ക് ഏത് തരത്തിലും വായിച്ച് മനസ്സിലാക്കാം. കാരണം മീഡിയ ട്രയൽ നടത്തരുതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ ഈ വാർത്തകൾ വരുമ്പോഴും റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തു വരുമ്പോഴും ജാമ്യാപേക്ഷകളുടെ വിധി പുറത്തു വരുമ്പോഴും പല അഭിഭാഷകർ ഫയൽ ചെയ്യുന്ന അവരുടേതായ പ്രതികളുടെ ഡിഫൻസ് പുറത്തു വരുമ്പോഴുമെല്ലാം ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടിൽ ഇതിനെ കാണാം. ഏതായാലും പോറ്റിയെ കയറ്റിയത് LDF ആണ്, സഖാക്കളാണെന്ന് പ്രചരിപ്പിച്ചല്ലോ. പോറ്റി അവിടെ വന്നത് 2004 പോറ്റി അവിടെ വരുമ്പോഴും പരികർമ്മിയായിട്ട് മാറുമ്പോഴും പ്രമോഷൻ കിട്ടുമ്പോഴും തന്ത്രിയുടെ ആളായിട്ട് മാറുമ്പോഴും എല്ലാം ഇടതുപക്ഷത്തിന് ഒരു റോളുമില്ല. ആ സമയത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയമാണെന്നും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ ആരായിരുന്നുവെന്നും തന്ത്രി കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തതും കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് രേഖകൾ ഒപ്പിടുമ്പോഴും പരിശോധിക്കുമ്പോഴും വേണ്ടത്ര ഗൗരവത്തോടെ അത് പരിശോധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ശരിക്കും പറഞ്ഞ അവധാനതയില്ലായ്മ എന്ന രൂപത്തിലാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെയും അന്വേഷണം നടക്കട്ടെ. ഒരു ഘട്ടത്തിൽ പോലും അവരെ സഹായിക്കാനോ ഏതെങ്കിലും രക്ഷിക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വളരെ പർപ്പസ്ഫുള്ളി അതിനകത്ത് സ്വർണം ചെമ്പാക്കാൻ ശ്രമിച്ചു എന്ന ചാർജാണ് ഈ പത്മകുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ ഉള്ളത്. അവധാനത പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാവരും ഈ തന്ത്രിയുണ്ട്, പത്മകുമാറുണ്ട്, വാസുണ്ട്, പോറ്റിയുണ്ട്, ഇവരെല്ലാവരും കൂടിയുള്ള സംഘമാണ്. ഇനിയിപ്പോ വേറെ ആരാണ് വരുന്നതെങ്കിൽ വരട്ടെ എന്നാണ് അരുൺ പറയുന്നത്. അല്ല, അങ്ങനെ സംഘമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവർ ശേഖരിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവും ശേഖരിച്ച് വ്യക്തമാക്കി. ഇപ്പോ ഒരു വിദേശിയായ കോടീശ്വരൻ ഇവിടെ വന്ന് ഇതിന്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി, പഞ്ചകർമ്മ വിഗ്രഹം കൊണ്ടുപോയി എന്നെല്ലാം ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിരുന്നല്ലോ. അന്വേഷണം 1 മാസത്തോളം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ പലരെയും കൂടുതലായി ചോദ്യം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ എന്താ പറഞ്ഞ്, ഡി മണി എന്ന് പറഞ്ഞ് ആഴ്ചകൾ പ്രതിപട്ടികയിൽ വരും എന്ന് പറഞ്ഞ് മുഖ്യധാരയിൽ ഈ വിഗ്രഹം കടത്തിയ ആൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട ആൾക്ക് ഈ കേസുമായിട്ടൊരു ബന്ധമില്ല എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വിപുലമായിട്ടുള്ള അധികാരമുണ്ട്, സ്വതന്ത്രമായിട്ടുള്ള അവർക്ക് അധികാരങ്ങളുണ്ട്. നിയമപരമായി അവരുടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഒരു ഘട്ടത്തിൽ പോലും ആരും അതിൽ ഇടപെടുന്നില്ല. ആകെ ഇടപെട്ടത് ചില പ്രതിപക്ഷ നേതാക്കന്മാർ, ഇന്നയാളുണ്ട്, അവരുണ്ട്, എന്നോട് ഇന്ന വിവരം പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് ഈ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പഞ്ചലോക വിഗ്രഹം വരെ ഇവിടുന്ന് അടിച്ചു മാറ്റി അത് വിദേശത്തേക്ക് കൊണ്ടുപോയി കപ്പൽ മാർഗം കൊണ്ടുപോയി എന്നെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പ്രസ്താവനകൾ നടത്തി. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിഫാമേഷൻ കേസും അടക്കം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ മന്ത്രിക്ക് അറിയാം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഘട്ടത്തിലും അന്വേഷണത്തിൽ ഇടപെടുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. കോടതി കൃത്യമായിട്ടുള്ള സർവൈലൻസ് നടത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ ഏജൻസി ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ സാറ്റിസ്ഫാക്ഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഷാബു പ്രസാദ് ഇന്നിപ്പോ പരസ്യമായി തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വന്ന് കണ്ടത് നമ്മൾ കേരളത്തിൽ BJP-ക്കാരെയാണ്. തന്ത്രിക്കെതിരായിട്ടുള്ള കേസ് അവർ അംഗീകരിക്കുന്ന മട്ടില്ല. ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണം SIT-യുടെ കീഴിലായതുകൊണ്ട് വൃത്തിക്ക് പോകുന്നു എന്ന അഭിപ്രായം BJP-ക്കാർക്ക് വരെ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഹൈക്കോടതി നേതൃത്വത്തിലുള്ള നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണല്ലോ എന്ന്. അതേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം തന്ത്രിയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൂട്ടിയപ്പോൾ അത് പക്ഷേ ഞങ്ങൾ അംഗീകരിക്കില്ല, മൊത്തം ഇത് വഴിതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് ഉന്നയിക്കുന്ന പാർട്ടിക്ക് ഒരു വിശ്വാസ്യതാ പ്രശ്നം ഫീൽ ചെയ്യില്ലേ നമുക്ക് ശ്രീ ഷാബു? ഇത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസിനെ ഒതുക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് BJP ആ നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാൽ ഇതിൻ്റെ അകത്ത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുകയും വേണം എന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊരു സംശയം രാഷ്ട്രീയമായിട്ട് അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം അത് അതിന്റെ ഉത്തരം ഇനി എങ്ങനെയാണെന്നുള്ളത് BJP പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് നടക്കുന്ന പല ചർച്ചകളിലും ഞാൻ ഇതിൻ്റെ അകത്ത് ഭാഗമായിട്ടുണ്ട്. അന്ന് ഏറ്റവും ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് തന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ആദ്യം പറഞ്ഞ കൂട്ടത്തിലൊരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നുണ്ട് അന്ന് രാഹുൽ ഈശ്വർ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് തന്നെ കടിച്ചു കീറാനും കൊല്ലാനും തിന്നാനും ഒക്കെ വന്നു. കാര്യം ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിന്റെ ആ
ആത്യന്തികമായ ഒരു ഉത്തരവാദിത്വം, അതായത് ദേവനെ സംബന്ധിച്ചും അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ചും താന്ത്രിക വിധികളെ സംബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് തന്ത്രിയുടെ. അവിടെ നിന്ന് തന്ത്രി അറിയാതെ അവിടെ നിന്ന് ഒരു എന്താണ് വാതിൽപ്പാളി പോയിട്ട് അതിൽ നിന്നൊരു സ്പൂൺ പോലും അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സാധിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ തന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നാണെങ്കിൽ, തന്ത്രി അറിയാതെയാണ് അല്ലെങ്കിൽ തന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ് ചെയ്തതെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയാനുള്ള ബാധ്യതയും തന്ത്രിക്കുണ്ട്. അത് എന്റെ നിലപാട് അത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇനി യാതൊരു ഇപ്പൊ BJP നിലപാടുമായിട്ട് വ്യത്യസ്തം ഉണ്ടാകാം. പക്ഷെ ഞാൻ ഇതിന്റെ അകത്ത് തന്ത്രിക്കും ധാർമ്മികമായിട്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് കണ്ട് മൗനമായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ കുറ്റകരമായ മൗനമാണ്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും ഇവിടെ ചോദ്യം ചെയ്യപ്പെടണമല്ലോ. ഇവിടെ എന്തായാലും ഒരു ചർച്ച നടക്കുമ്പം എല്ലാ നടപടികളും ചോദ്യം ചെയ്യപ്പെടണം, ആ ചർച്ചയുടെ ഭാഗമായി വരണം. അവിടെ ഈ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിന്റെ ഇതിന്റെ പിന്നിൽ അതിന്റെ ഉദ്ദേശം പൂർണ്ണമായും നിഷ്കളങ്കമാണോ എന്നുള്ളത് ആ ചോദ്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പം തന്ത്രി എന്താണ് ഇപ്പൊ തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഈശ്വറും തന്ത്രിയുമൊക്കെ എന്താണ് പറയുന്നത്? അവിടുത്തെ താന്ത്രികമായ കാര്യങ്ങളിൽ മാത്രമേ, ദേവനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡേറ്റിയുമായിട്ട് ബന്ധപ്പെട്ട താന്ത്രികമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഉത്തരവാദിത്വമുള്ളൂ. ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ്. അതിൻ്റെ അകത്ത് അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ തന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് തന്ത്രിയും തന്ത്രിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരും പറയുന്നത്. സത്യത്തിൽ ഇതേ വാക്കുകളല്ലേ മുൻ ദേവസ്വം മന്ത്രിയും പറയുന്നത്, കടകംപള്ളി സുരേന്ദ്രനും പറയുന്നതല്ലേ? ദേവസ്വം മന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബോഡിയാണ്, അതൊരു ഇൻഡിവിജ്വൽ ഓട്ടോണമസ് ബോഡിയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ദേവസ്വം മന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്വം? ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ നിഷാദേ? ഈ തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഈ മന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഒരേ വാക്കുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞത്. ശരി, അല്ല അതിനകത്ത് റിജിൽ മാക്കുറ്റിയും ഈ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് മൊത്തം വഴിമാറ്റാനാണ് അല്ലെങ്കിൽ എല്ലാം തന്ത്രിയിലേക്ക് ചുരുക്കാനാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ശ്രീ നിഷാദ്, ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നാൾവഴികളിൽ ഏറ്റവും ഒടുവിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത്. ഇപ്പോൾ തന്ത്രിയുടെ ചാരി മന്ത്രി രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് തന്ത്രിയായാലും മന്ത്രിയായാലും CPM നേതാക്കന്മാരായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായാലും എല്ലാം ഈ വലിയ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ SIT അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ SIT അന്വേഷിക്കുന്ന ഒരു കേസ്, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കേസ്, ആ കേസ് ഇതിൻ്റെ നാൾവഴികളിൽ ഇപ്പോൾ തന്ത്രി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റ് അന്വേഷണങ്ങളിലേക്ക് കടക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട്, UDFന്റെ നിലപാട്, പാർട്ടിയുടെ നിലപാട് ആ നിലപാടാണ്. ഇത് കേവലം ഈ തന്ത്രിയും ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും മാത്രം വിചാരിച്ചാൽ ഇത്രയേറെ വലിയ സ്വർണം അവിടെ തട്ടിപ്പ് നടത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണ വഴിക്ക് പോകുമ്പോൾ അത് കൃത്യമായി പോകുമ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇതിനും വലിയ ആളുകൾ, വലിയ സ്രാവുകളൊക്കെ തന്നെ ഇതിന് പിറകിലുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നത്. അപ്പോൾ അന്വേഷണം ആ രൂപത്തിലേക്ക് പോകട്ടെ. ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആളെ ഒരു സംശയം നിഴലിൽ അങ്ങനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആരായാലും ഇതിനകത്ത് ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനകത്ത് മുറിവേറ്റിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള. അതിന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുന്നു. തന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ വളരെ വിശ്വാസത്തോടു കൂടിയും ആദരവോടുകൂടിയും അതോടൊപ്പം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ പരമാധികാരി എന്നുള്ള തന്ത്രിയുടെ മേൽനോട്ടത്തിലാണ്. ആ തന്ത്രി എന്ന് പറയുന്ന ആ ആചാരാനുഷ്ഠാനങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ അത്തരം ആളുകൾ ഉൾപ്പെടെ ആളുകൾ ഇത് അറിഞ്ഞുകൊണ്ടോ അറിഞ്ഞിട്ടും ഇതിനകത്ത് ഒരു തരത്തിലും കാര്യങ്ങൾ ഇടപെട്ടില്ല, അല്ലെങ്കിൽ മൗനം കൊടുത്തോ അല്ലെങ്കിൽ മറ്റു താല്പര്യം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ തന്ത്രിയിൽ അവസാനിപ്പിക്കേണ്ട കാര്യമല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തുന്നതൊക്കെ അവർ പറയുകയാണ്. അന്വേഷണം അട്ടിമറിക്കാൻ നിങ്ങൾ എന്തൊക്കെ പണിയെടുക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉള്ളത് കൊണ്ടും
അതിൻ്റെ മോണിറ്ററിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കേസിനകത്ത് ഇത്രയെങ്കിലും എത്തിയത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് പി ശശി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഈ അന്വേഷിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥന്മാരെ പോറ്റിയും വെച്ച് ഇത് അവസാനിപ്പിച്ച് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോടതി അതിനകത്ത് കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുന്നു. ഹൈക്കോടതി മാത്രമല്ല, സുപ്രീം കോടതി പോലും ദൈവത്തെ പോലും നിങ്ങൾ വിടില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതി പോലും പറയുകയാണ്. ഇപ്പോൾ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള ജാമ്യ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കമൻ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഉന്നതന്മാരായ ആളുകളാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ പ്രധാനപ്പെട്ട ബന്ധുക്കളാണ് ഈ കേസിനകത്ത് പ്രതികളായിട്ടുള്ളത്. സ്വാഭാവികമായി അവരുൾപ്പെടെ ഏതെല്ലാം തരത്തിൽ ഇത് അട്ടിമറിക്കപ്പെടാൻ ശ്രമിക്കുമോ എന്നുള്ള പുറത്തു നിൽക്കുന്ന ആളുകൾ ചെയ്തിട്ടുണ്ടാവും. ഭരണത്തിൻ്റെ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇത്രയേറെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്ന തിരിച്ചടി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിക്കകത്ത് ഉണ്ടായ വലിയ രൂപത്തിൽ ജനരോഷം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കുമെന്ന് CPM-നും ഇടതുപക്ഷം നന്നായി അറിയാം. ആ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ള മറക്കുന്നതിന് വേണ്ടി ഈ പിടിക്കപ്പെട്ട CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും MLA ആളുകൾ, അത് വാസു ഉൾപ്പെടെയുള്ള പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ ഉൾപ്പെടെ ജയിലിൽ കിടക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് പുകമറ സൃഷ്ടിക്കാൻ ഇവരിപ്പോൾ പല കാര്യങ്ങളുമായി മുമ്പോട്ട് വരികയാണ്. കേരളത്തെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പോടുകൂടി കടക്കുമ്പോൾ വർഗീയമായി വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ AK ബാലൻ പോലെയുള്ള CPM നേതാക്കന്മാർ ഇവിടെ കൊണ്ടുവരുന്നത് വളരെ ഗൗരവതരമായി കാണേണ്ടതാണ്. കേരളം പോലെ മതനിരപേക്ഷ സമൂഹത്തിനകത്ത് തമ്മിലടിപ്പിച്ച് പ്രത്യേകിച്ച് RSS സംഘപരിവാറുമാണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ, പ്രത്യേകിച്ച് നമുക്കറിയാൻ സാധിക്കും ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഹമ്മദ് പട്ടേലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതേ BJP-കാരൻ്റെ സംഘപരിവാറിന്റെ റോളിലാണ് AK ബാലനും ഗോവിന്ദമാഷും ഒക്കെ നടക്കുന്നത്. കേരളത്തിൽ സമീപകാലത്ത് ഇടതുപക്ഷം ജയിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരുപാട് ഹീനമായ ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ കണ്ടതാണ്. കുഞ്ഞാലിക്കുട്ടിയും അമീറും അതോടൊപ്പം ഹസനും ചേർന്ന ഒരു മുന്നണിയാണ് ഭരിക്കുക എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എങ്ങനെയാണ് അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായത്? അതിന്റെ മതപരമായ വൈകാരികതയിലേക്ക് തള്ളിയിടുന്നതാണ് റിജിലിന്റെ വിമർശനം. അഡ്വക്കേറ്റ് അരുൺകുമാർ, അങ്ങനെ ഒരു പൊസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടോ? സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ നിങ്ങളെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം എന്ന് നിങ്ങൾ വിലയിരുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് മറികടക്കാൻ പരമാവധി ആയത്തിൽ ആഞ്ഞ് ഈ വിഭജനത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്ന ലൈൻ എടുക്കുന്നുണ്ടോ? UDF വന്നാൽ മാറാട് കലാപം ആവർത്തിക്കുമെന്ന് 26 വർഷത്തിന് ശേഷം ആദ്യമായി പറയുകയാണ്. അതിനിടയിൽ പല തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ കടന്നുപോയി, ആരും അത് പറഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോൾ പറയുകയാണ്. അപ്പോൾ AK ബാലൻ വന്ന് പിന്നെന്തോ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഗോവിന്ദമാഷ് പറയുന്നത് ബാലനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, ബാലൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു. അത് രണ്ടാണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കും. അല്ല, രണ്ടും ഒന്നാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് വെച്ചാൽ ബാലൻ പറഞ്ഞ മുസ്ലിം UDF വന്നാൽ മാറാട് കലാപങ്ങളുണ്ടാവും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ എന്താ പറയുന്നത്, വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു മുന്നണി രൂപപ്പെടും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തീരുമാനിച്ചു പറയുന്നതാണോ? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അടക്കം സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടി, അതിന്റെ ഭാഗമായി ഇത് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1.5 വർഷമേ ആയുള്ളൂ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് മുന്നിട്ട് നിന്നത്. ആ 110-ൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ 81 മണ്ഡലമായിട്ട് ചുരുങ്ങി. അതായത് 29 മണ്ഡലങ്ങൾ പുറകിലേക്ക് പോയത് കോൺഗ്രസ് ആണ്. ഞങ്ങൾ അന്ന് 19 മണ്ഡലങ്ങളിൽ മാത്രമാണ് 2024 മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നിയമസഭാ മണ്ഡലം അതിർത്തിയിൽ ഞങ്ങൾ മുന്നേറിയത് 19 മണ്ഡലമാണ്. ആ 19 മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ 57ലേക്ക് ഉയർന്നു. 11 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്ത BJP 2 മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങി. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം ആകെ 6.5 ലക്ഷം മാത്രമാണ്. ആ 6.5 ലക്ഷത്തിൽ 5.25 ലക്ഷം, 5,90,000 വോട്ടിന്റെ വ്യത്യാസം മലപ്പുറം ജില്ലയിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ജില്ലയിൽ വന്നിരിക്കുന്ന വ്യത്യാസത്തെയാണ് നിങ്ങൾ മഹാമുന്നേറ്റമായിട്ട് കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 3 മാസം കൊണ്ട് ഈ വോട്ടിംഗ് വ്യത്യാസമൊക്കെ തരണം ചെയ്യാൻ കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 19-ൽ നിന്ന് നേരെ 57 കുതിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വ്യത്യാസങ്ങളൊക്കെ കുതിച്ച് ഞങ്ങൾ മുന്നേറും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള മറ്റ് അജണ്ടകളും ഞങ്ങൾ എടുക്കുന്നില്ല. ഈ ഗവൺമെന്റ് 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ നേട്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളെ ആ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുക. LDF തുടർ ഭരണത്തിലൂടെ ഈ നാടിന് വരുത്തിയ നിരവധി ഭരണ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അവരെ ഓർമ്മിപ്പിച്ചെടുക്കുക എന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. മറ്റൊരു തരത്തിലും ഞങ്ങളുടെ അജണ്ടയുടെ ഭാഗമല്ല. നിങ്ങളിപ്പോ എന്തൊക്കെ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തന്നെ സംസ്ഥാന ശിബിരത്തിൽ വന്ന് സുനിൽ കനകോലു പ്രസംഗിച്ചതായിട്ട് പുറത്തു വന്ന വാർത്തയുണ്ടല്ലോ. ഒന്ന്, ഭരണവിരുദ്ധ വികാരമില്ല. LDF-ന്റെ അടിത്തറയ്ക്ക് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ
ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ധ്രുവീകരണമോ കേന്ദ്രീകരണമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കനകോലു തന്നെ പ്രസംഗിച്ചതായിട്ടുള്ള വിവരം പുറത്തു വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കണ്ടോ, സ്വപ്നം കാണാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് അല്ല, സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, 3 മാസം കൊണ്ട് ഞങ്ങൾ 5.5 ലക്ഷം വോട്ടിന്റെ ഗ്യാപ്പ് മറികടക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, UDF വന്നാൽ ഈ മാറാട് കലാപം അതുപോലെയുള്ള കലാപങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണോ ചോദിക്കാൻ? ഇല്ല, അതിൽ സഖാവ് AK ബാലൻ അഭിപ്രായം പറഞ്ഞു. ചരിത്രത്തെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കുറ്റകരമല്ല, തെറ്റല്ല. ചരിത്രത്തിന്റെ കറുത്ത ഏടുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ മാറാട് കലാപമല്ല, മാറാട് കൂട്ടക്കൊല. കലാപം ആദ്യം നടന്നു, ഇരുവിഭാഗത്തിൽപ്പെട്ട 2+3 5 പേർ മരണപ്പെട്ടു. അതിനുശേഷം നടന്നത് മാറാട് കൂട്ടക്കൊലയാണ്, ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം മരണപ്പെട്ടു. ആ സംഭവം ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാനേ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് നമുക്ക് ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാൻ പാടില്ല. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാനേ പാടില്ല. അതുപോലെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ഓർക്കാനേ പാടില്ല, ഓർമ്മിപ്പിക്കാനേ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു കാര്യം ഓർക്കുക, ഈ കേരളത്തിൽ ആ കലാപഭൂമി സന്ദർശിക്കാൻ ചെന്ന 2 മന്ത്രിമാരെ ആ ഭൂമിയിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗസ്റ്റ് ഹൗസിന്റെ വാതിലടച്ച് അവർക്ക് ഇരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിക്കും മുനീറും അടക്കമുള്ള മന്ത്രിമാർക്ക്. എന്നാൽ ഇപ്പുറത്തോ CPM-ന്റെ നേതാക്കന്മാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവിടെ സന്ദർശിക്കാൻ ചെന്നപ്പോ അതേ വിഭാഗം തന്നെ പറഞ്ഞു കാലുകുത്താൻ അനുവദിക്കില്ല, ഇന്ന പേരുകാരെ കാലുകുത്താൻ അനുവദിക്കില്ല. എന്നിട്ട് എന്തു സംഭവിച്ചു? ധൈര്യത്തോടെ ആ മരണപ്പെട്ട വീട്, കൊലപാതകം നടന്ന വീടുകൾ പോലും സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചോദ്യം അവിടെ പിണറായി വിജയൻ പോയോ തടഞ്ഞോ അതേക്കുറിച്ചുള്ള ഫാക്ട് ചെക്ക് ഒന്നുമല്ല. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ 2002-ലും 2003-ലുമാണ് മാറാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നത്. 2002-ൽ ഉണ്ടായ സംഭവത്തിന്റെ തുടർച്ചയിൽ 2003-ൽ അതിനേക്കാൾ മാരകമായ ഒരു സംഗതി ഉണ്ടായി. അത് കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ അത് പരസ്പര സംഘർഷത്തിന്റെ വ്യാപ്തിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും കൂടിയും കുറഞ്ഞുകൊണ്ട് ഒരു നിലയ്ക്കും നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ആക്രമണമാണ്. 2003-ന് ശേഷം പല തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി. CPM പോലും അതൊരു പ്രചാരണായുധമാക്കിയിട്ടില്ല, അത് ഓർമ്മിപ്പിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. എല്ലാവരും അവിടെ സൗഹാർദ്ദമുണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ UDF വന്നാൽ ഇനിയും താങ്കൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? 2ാമത്തെ കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഒരു വിഭാഗം മാത്രമാണ്, അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനിയും UDF വന്നാൽ അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ 2ാമത്തെ കലാപത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ഏത് വിഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഭൂരിപക്ഷ വിഭാഗത്തോട് പറയുകയാണ് 2ാമത്തെ കലാപം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഏത്? 2002-ലെ ഗുജറാത്ത് കലാപം അമിത്ഷാ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂരിപക്ഷ സമുദായമേ, നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ട 2003 മറന്നുപോകാൻ പാടില്ല. 23 വർഷത്തിന് ശേഷം ഇപ്പോൾ എടുക്കുക, നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്കെടുത്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെ ഉണർത്താനാണ്? ശശികലയെ ഉണർത്തുന്നത് പോലെ ആരെ ഉണർത്താനാണെന്ന് വ്യക്തം. അപ്പോൾ അതാണോ പ്ലാൻ എന്നാണ് ഞാൻ ഡയറക്റ്റായി ചോദിക്കുന്നത്. അതാണ് താങ്കൾ തന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞത് ഒന്ന് കലാപവും ഒന്ന് കൂട്ടക്കൊലയുമാണ്. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. കഴിഞ്ഞ 10 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപം പോലും നടക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കേരളം. LDF ഭരിക്കുമ്പോൾ ഒരൊറ്റ വർഗീയ കലാപവുമില്ല. UDF ഭരിക്കുമ്പോൾ വർഗീയ കലാപങ്ങൾ നടക്കുന്നു. ആ വർഗീയ കലാപങ്ങളിൽ റിട്ടാലിയേഷൻ നടക്കുന്നു, കലാപവും നടക്കുന്നു, കൂട്ടക്കൊലയും നടക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മന്ത്രിമാർക്ക് പോലും ആ സ്ഥലങ്ങൾ ഏത് കാലത്തെ കാര്യമാണ് അരുൺകുമാർ പറയുന്നത്? സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ സാഹചര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. 23 വർഷം മുൻപത്തെ കാര്യമാണ് പറയുന്നത്. 23 വർഷം മുമ്പത്തെ കാര്യം. ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പറയാത്ത ഒരു കാര്യം ഇപ്പോൾ എന്തിനാ പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ 23 വർഷത്തിന് ശേഷം പല UDF സർക്കാരുകൾ വന്നു. ഇമാതിരി കലാപം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ എന്തിനാണ് 23 വർഷത്തിൽ നിന്ന് ഒറ്റ ചാട്ടം ചാടി 2026-ൽ വന്ന് അത് പറയുന്നത് എന്തിനാണ്? പല സർക്കാരും വന്നിട്ടില്ല. UDF സർക്കാർ അതിനുശേഷം ഒരൊറ്റ തവണ മാത്രമേ വന്നുള്ളൂ, 2011 മുതൽ 2016 വരെ. ഇതുവരെ ആവർത്തിച്ചിട്ടില്ലെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അധികാരം? ഞാൻ CPM-ന്റെ പ്രവർത്തകനല്ലേ, CPM-ന്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങൾ പല മേഖലകളിലും പല സാഹചര്യങ്ങളിലും ഈ കേരളത്തിൽ UDF ഭരിക്കുമ്പോൾ നടന്ന സാഹചര്യം, LDF ഭരിക്കുമ്പോൾ നടന്ന സാഹചര്യം താരതമ്യപ്പെടുത്തി തന്നെ സംസാരിക്കാറുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു തെറ്റാണ്.
പല ഘട്ടങ്ങളിലും UDF-ന്റെ ഭരണകാലത്ത് നടന്ന പല തെറ്റായ പ്രവണതകളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. 57-ൽ 2 കൊല്ലം, 67-ൽ 2 കൊല്ലം, 80-ൽ 2 കൊല്ലം, 87-ൽ 4 കൊല്ലം, 96-ൽ 5 കൊല്ലം, 2006-ൽ 5 കൊല്ലം, 2016 മുതൽ തുടർച്ചയായി ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ ഭരണ നേട്ടങ്ങൾ, ഇടപെടലുകൾ, UDF-ന്റെ കാലത്ത് നടത്തിയ പല തെറ്റായ ഇടപെടലും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ സൂചിപ്പിക്കും. അത് ഏതെങ്കിലും കലാപം ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല, കലാപത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണം. ചരിത്രത്തിൽ എവിടെയെങ്കിലും UDF സർക്കാരുകളുടെ കാലത്ത് കലാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുകയും ജനം ഓഡിറ്റ് ചെയ്യുകയും വേണം എന്ന് പറയും. ആയിക്കോട്ടെ, ഈ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം ഈ കേരളത്തിൽ ഉണ്ടാവുന്നത്. അതിലെ പ്രധാന പ്രതി, അതിലെ ഏകപ്രതിയുള്ളെന്ന് സർക്കാർ പറയുന്നു. അയാൾക്ക് VIP പോലും ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഇനിയും വന്നാൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടും എന്ന് പറയാമോ? അല്ല, ഇവിടെ എന്തെല്ലാം കള്ളത്തരങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്നും പറഞ്ഞു പാട്ടും പാടി പാർലമെന്റിൽ തൊഴിലുറപ്പ് പദ്ധതി വരെ തകർക്കുന്ന നയം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുമ്പോൾ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാതെ പുറത്തു പോയി പാട്ടും പാടി കളിച്ച 18 MP-മാരെ നമുക്കറിയാം. ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണങ്ങൾ വസ്തുതയുമായി പുലബന്ധമുള്ള ഏതെങ്കിലും ഒരു പ്രചരണം UDF നടത്തിയോ, BJP നടത്തിയോ? അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എത്രയോ ഇടപെടൽ. കളമശ്ശേരിയിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ ബോംബ് പൊട്ടി 8 ആൾ സ്പോട്ടിൽ മരിച്ചു. നിങ്ങളുടെ ഭരണകാലത്ത് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല, തീവ്രവാദികൾ ബോംബ് പൊട്ടിച്ച് ആളെ കൊല്ലുകയാണ്. നിങ്ങൾ ഭരിക്കുമ്പോൾ ഭീമാപ്പള്ളിയിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിലെ ആളുകളെ വെടിവെച്ച് 6 പേരെ കൊന്നു. നിങ്ങളുടെ കാലത്താണ്. അപ്പൊ പിണറായി വിജയൻ മൂന്നാമതും വന്നാൽ തോക്കെടുത്ത് പോലീസ് ഇറങ്ങും, ചേരികളിലെ മനുഷ്യരെ വെടിവെച്ച് കൊല്ലും എന്ന് പറയാമോ? ഇനിയും വരും മാർട്ടിനുമാർ. അവർ ഇനിയും നമ്മുടെ സമൂഹത്തെ പല കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ബോംബ് വെച്ച് പൊട്ടിക്കും. എന്നിട്ട് പിണറായി വിജയൻ ആ കേസിലെ ബോംബ് വെച്ച ഭീകരവാദിയുടെ UAP ലിഫ്റ്റ് ചെയ്യും എന്ന് VD സതീശന് പ്രസംഗിക്കാമോ? അത് മര്യാദയാണോ? അല്ല, മര്യാദയാണോ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. മര്യാദ അല്ല, കൊണ്ടുവന്നത് പിണറായി മര്യാദ അല്ലാന്ന് എന്റെ പോയിന്റ്. അത് അങ്ങനെ VD സതീശൻ പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ പിണറായി വിജയൻ വീണ്ടും വന്നാൽ കേരളത്തിന്റെ നഗരങ്ങളിൽ ഭീകരവാദികൾ ബോംബ് വെച്ച് പൊട്ടിക്കും എന്ന് സതീശൻ പറഞ്ഞാൽ അത് മര്യാദ അല്ലാന്ന് എന്റെ പോയിന്റ്. ഏതോ ഈ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ചേരിവാസികളെ പോലീസ് വെടിവെച്ച് കൊന്ന സംഭവം അത് ഇനിയും ആവർത്തിക്കപ്പെടും എന്ന് പറയുന്നതിൽ അതല്ല ഈ പൊളിറ്റിക്സ് ഈ ഇലക്ഷനിൽ സംസാരിക്കേണ്ടെന്ന് എന്റെ പോയിന്റ്. അല്ല, താങ്കളുടെ പോയിന്റിൽ താങ്കൾ ഉറച്ചു നിന്നോ? ഞാൻ പറയട്ടെ, ഈ തവണ വീടാന്തരം കയറി ഇറങ്ങി SIR വരെ നടപ്പാക്കുന്നത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. ഞാൻ വേണേ തെളിവ് അയച്ചു തരാം. അതിന്റെ ഓഡിയോ ക്ലിപ്പിംഗ് ഓരോ വീട്ടുകളിൽ വരുമ്പോഴും മുമ്പിൽ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഓഡിയോ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. എത്ര കൃത്യമായിട്ടൊന്നുണ, എത്ര തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്ന് ആലോചിച്ച്. SIR നടപ്പാക്കുന്ന പിണറായി വിജയനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം പൗരത്വമില്ലാത്തവരായി മാറും എന്ന് പ്രചരിപ്പിച്ചതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തുന്നവർക്ക് താൽക്കാലികമായിട്ടുള്ള വിജയം ഉണ്ടാകും. പക്ഷേ ചരിത്രത്തെ ഓർത്തെടുക്കുന്നതും ചരിത്രത്തെ കറുത്ത ഏടുകൾ ആവർത്തിക്കരുതെന്ന് പറയുന്നതും ചരിത്രം ഇത്തരത്തിലുള്ള കറുത്ത ഏടുകൾ ആവർത്തിച്ചാൽ നമുക്ക് അപരിഹാര്യമായ നഷ്ടമുണ്ടാകുമെന്ന് പറയുന്നതും ഒരു തെറ്റുമല്ല. AK ബാലൻ പാർട്ടിയുടെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. മാറാട് എടുത്ത് കത്തിക്കാൻ തീരുമാനിച്ചല്ലോ, നമ്മൾ പറഞ്ഞല്ലോ. അല്ല, ചരിത്രത്തിലെ പഴയ ഏടുകൾ ഓർമ്മിപ്പിക്കാന്ന് വെച്ചാൽ അതിൽ രാഷ്ട്രീയത്തിൽ അതിനെ കത്തിക്കാന്ന് പറയാ. ഇപ്പോ കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ പോയിട്ട് പറഞ്ഞു 2002 നമ്മൾ അക്രമികളെ പാഠം പഠിപ്പിച്ചതിന്റെ വീരസ്മൃതി നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് വെച്ച്. 2002 വെച്ചാൽ ഗുജറാത്ത് കലാപമാണ് എന്ന് ഓർമ്മ വേണം, ഗുജറാത്ത് വംശഹത്യ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. ആ ഡിവൈഡ് നിലനിർത്താം, അതാണ് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചരിത്രത്തിലെ കറുത്ത ഏടുകൾ ഓർമ്മിപ്പിക്കുക എന്ന് വെച്ചാൽ ആ ഏട് എന്താണെന്ന്, അതിന്റെ സവിശേഷത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ക്ലാരിറ്റി മനസ്സിലാക്കുന്നു, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അല്ല, താങ്കളുടേതായ രീതിയിൽ മനസ്സിലാക്കിക്കോ. കാരണം ഓരോരുത്തരും ഇപ്പൊ ജനങ്ങളാണല്ലോ ജനാധിപത്യത്തിൽ സുപ്രീം. ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ട് പരിചയമുണ്ട്. 10 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപങ്ങളും ഇല്ലാത്ത ഈ നാട്, ആ നാട് അത്തരത്തിൽ കഴിഞ്ഞ 5 ഉമ്മൻചാണ്ടിയുടെ 5 വർഷത്തിൽ കലാപം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പറയേണ്ടി വരുമല്ലോ. അതിന് മുമ്പുള്ള ഉമ്മൻചാണ്ടിയുടെ 5 വർഷം കലാപം ഉണ്ടായില്ല. അത് എത്രയോ അല്ല, സമാനമായ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. എന്താണ് വർഗീയ കലാപങ്ങൾ? ഇപ്പോ ഞാൻ പറയട്ടെ, ഞാൻ പറയാം, അടുത്ത കാലത്ത് തന്നെ ഈ കേരളത്തിൽ വർഗീയ കലാപത്തിലേക്ക് നയിക്കാവുന്ന സമാനമായ സാഹചര്യങ്ങൾ എത്രയുണ്ടായി വർഗീയ ശക്തികളുടെ നേതൃത്വത്തിൽ?
അത്തരത്തിലുള്ള കൊലപാതകങ്ങളെ ഒരു കലാപത്തിലേക്ക് പോകാതെ കേരളത്തിന്റെ പോലീസും ആഭ്യന്തര വകുപ്പും എത്ര കൃത്യമായി തന്നെ പ്രതിരോധിച്ചു. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ചെറുതായിട്ട് പഞ്ചായത്തിന്റെ എണ്ണം കൂടി എന്ന് വെച്ച് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നോ ഭീകരാക്രമണം ഉണ്ടായിരുന്നു? ആ കോഴിക്കോട് ഒരു മനുഷ്യനെ മുഖത്ത് വെട്ടിക്കൊന്നില്ലേ? 60 വെട്ടിക്കൊന്നില്ല. അത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. വർഗീയ കലാപങ്ങൾ ഏതായിരുന്നു? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനാണോ ഓർത്തെടുക്കുന്നത് അതോ താങ്കളാണോ ഓർത്തെടുക്കുന്നത്? താങ്കൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ജനങ്ങൾക്കും ഇത് കേൾക്കാനും പരിശോധിക്കാനും അതിന്റെ ഭാഗമായിട്ട് നിലപാട് സ്വീകരിക്കാനും. നിങ്ങളുടെ കാലത്തെ വർഗീയ കലാപങ്ങളെ ഓർമ്മിപ്പിക്കും ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ഓർമ്മിപ്പിക്കുന്നതിൽ ഒരു പെസകുമില്ല എന്നാണ് CPM-ന്റെ വിശദീകരണം. ശ്രീ നിഷാദെ, ഈ പിന്നെ മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM ആ റോളിലാണ്. അതാണ് അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് അവർ പരാജയപ്പെട്ടു എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഇനി ഭൂരിപക്ഷത്തെ കൂട്ടുപിടിക്കാൻ ഭൂരിപക്ഷ വർഗീയതയെ ഊതി വീർപ്പിച്ച് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CJP മുന്നണി ഇവിടെ ശക്തല്ലേ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി EP ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവും പ്രകാശ് ജാവേദ്കർ ജയരാജൻ്റെ വീട്ടിൽ പോയി ബർത്ത്ഡേ കേക്ക് മുറിച്ചു എന്നൊക്കെ പറഞ്ഞ കാര്യത്തിന് തൊട്ട് ഇങ്ങോട്ട് തൃശ്ശൂരിലെ BJP വിജയം, സുരേഷ് ഗോപിയുടെ വിജയം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവർ പറയാണ് കേരളത്തിലെ RSSന്റെ BJPയുടെ എല്ലാ തരത്തിലും MLA മാറില്ലെങ്കിൽ പോലും കേരളം BJPക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാന്ന് നമ്മുടെ മുമ്പിലല്ലേ. ഇന്നത്തെ DGP പോലും നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ചീഫിൽ നിന്ന് ആ DGP ഇവിടെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷ്യമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇപ്പൊ പറയും SIR പിണറായി വിജയൻ എല്ലാം നടപ്പാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളുടെ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് നിങ്ങളുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു കാരണവശാലും PM-ശ്രീ നടപ്പാക്കാൻ പാടില്ല എന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച ആ നയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണി ചർച്ച ചെയ്യാതെ പോയി ഒപ്പിടാൻ അനുമതി കൊടുത്തിട്ട് നിങ്ങൾ ആരോടൊപ്പമാണ്? നിങ്ങൾ ഈ പറഞ്ഞ SIR നിങ്ങൾ നാളെ പൗരത്വ ബില്ലിൽ നിങ്ങൾ ഒപ്പിടും. കാരണം പിണറായി വിജയൻ നിലനിൽപ്പാണ് പ്രശ്നം. നിങ്ങൾ BJP-യുമായി സന്ധി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവ് ഇവിടെ ഉണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള വർഗീയ പരാമർശങ്ങൾക്കെതിരായി നിങ്ങൾ നിലപാടെടുത്തോ? അദ്ദേഹത്തെ നിങ്ങൾ പിന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എതിർത്ത ഈ CPI-യുടെ നേതാക്കന്മാരെ നിങ്ങൾ ഏത് രൂപത്തിലാണ് ഇപ്പോൾ അവരോട് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ സമീപകാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും അതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായി ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അദ്ദേഹവും ഈ നാട്ടിൽ കത്ത് വിഷലിപ്തമായ രൂപത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ അതേ കാര്യമല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് കൊടുത്ത പിന്നെ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ? പിണറായി വിജയൻ പറഞ്ഞ കാര്യം എന്താ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗീയത ഇവിടെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടി ജയിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അവിടെ ജയിക്കുമെന്നായപ്പോൾ ശൈല ടീച്ചറെ ഷാഫി കാഫിറാക്കിയെന്ന പ്രചരണം നടത്തി നിങ്ങളല്ലേ. അതിന്റെ പിറകിൽ ആരാ? DYF നിങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറി റിബേഷ് രാമകൃഷ്ണന്റെ വാട്സപ്പിൽ നിന്നല്ലേ ആ സ്ക്രീൻഷോട്ട് പോയത്? നിങ്ങളുടെ പോലീസല്ലേ കണ്ടെത്തിയത്? നിങ്ങൾ ഈ കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങളത് ഊതി വീർപ്പിക്കുകയാണ്. മാറാട് നടന്ന ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്ത കേരളം ഒരിക്കലും ഓർമ്മിക്കാൻ പറ്റാത്ത ഒരു സംഭവത്തെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അത് നിങ്ങൾ ഇപ്പോ BJP-യുടെ ശശികലയെക്കാളും വലിയ പിന്നെ വിഷം തുപ്പുന്നവരായി AK ബാലനും അതോടൊപ്പം തന്നെയുള്ള ആളുകൾ മാറുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നെസസ് ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് BJP-യെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരിക്കലും ഒരു സ്റ്റേറ്റിൽ ഭരണം കിട്ടാൻ പാടില്ല, പിണറായി വിജയൻ ഭരിച്ചാൽ മതി എന്നുള്ള BJP കേന്ദ്ര നേതൃത്വ തീരുമാനം അത് നടപ്പാക്കാൻ നിങ്ങൾ AK ബാലനെ പോലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ വിഷലിപ്തമാക്കാൻ ശ്രമം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവാ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിൽ കട കാലിയാക്കുമ്പോൾ കടക്കാരൻ പ്രഖ്യാപിക്കുന്ന ഓഫർ പോലെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്ത് ഒരുപാട് ഓഫർ നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, പെൻഷനും അതോടൊപ്പം പല കാര്യങ്ങളും. പക്ഷേ ജനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഷാബു പ്രസാദ് ഇപ്പൊ നോക്കൂ, CPM തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. 2003 മാറാട് കലാപത്തെ ഓർമ്മിപ്പിക്കുക, മുസ്ലിം സംഘടനകൾ, മുസ്ലിം ലീഗ്. നിഷാദ് ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്.
ഒരു സെക്കൻഡ് പറയാൻ ആഗ്രഹിക്കുന്നു. അധികാരം LDF UDF ആട്ടെ, ഈ കേരളത്തിനകത്ത് വർഗീയമായി വേർതിരിക്കാൻ LDFന്റെ ഭാഗമായി നിൽക്കുന്ന CPMന്റെ ഭാഗമായിരിക്കുന്ന ഒരു നേതാവ് കേരളത്തിനകത്ത് ഈ വർഗീയ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകാൻ പോകുന്ന. CPM നോക്കി വെച്ചോ, എഴുതി വെച്ചോ. ശരി. ഷാബു പ്രസാദ്, ഈ മാറാട്ടെ രണ്ടാം സംഘർഷം അതുമാത്രം എടുത്ത് ഓർമ്മിപ്പിക്കുകയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള മുസ്ലിം സംഘടനകൾക്ക് പ്രോമിനൻസ് ഉള്ള സർക്കാർ വന്നാൽ അത് ആവർത്തിക്കപ്പെടുമെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഒരു പ്രത്യേക വിഭാഗം ആക്രമിക്കപ്പെടുമെന്നാണ് അതിൻ്റെ മീനിങ് മലയാളത്തിൽ. അത് ഹിന്ദുവിനെ ഉണർത്തുമോ ഷാബു പ്രസാദ്? ഓഡിയോ കേൾക്കുന്നില്ല, മ്യൂട്ടായോ? ഫൈൻ. ഓക്കെ, ഇത് ഹിന്ദുവിനെ ഉറക്കുവോ എന്നുള്ളതൊന്നുമല്ല. ഹിന്ദുവിനെ ഉണർത്താനൊന്നും ഇവരുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവരുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. ഇപ്പൊ നിഷാദ് ആവർത്തിച്ച് ചോദിച്ചിട്ടും അരുൺകുമാർ അതിന് ഉത്തരം പറഞ്ഞില്ല. കാര്യം മാറാട് കലാപം കഴിഞ്ഞിട്ട് ഇപ്പം ഏതാണ്ട് 23 വർഷമായി. ഈ 23 വർഷത്തിനിടയിൽ എത്രയോ തെരഞ്ഞെടുപ്പുകൾ വന്നുപോയി. ആ വന്നുപോയ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഈ മാറാട് കലാപത്തിന്റെ ചരിത്രത്തിനെ ഓർമ്മിപ്പിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പൊ റജിൽ മാക്കുറ്റിയും നിഷാദും ഒക്കെ പറയുന്ന ഒരു കാര്യം, കേരളം അത് മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ്. അതെന്തിനാണ് ഈ മറക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഗുജറാത്ത് മറക്കാൻ ആഗ്രഹിക്കുന്നില്ല, 2002 കലാപം മറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചരിത്രത്തിലെ എല്ലാ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ എന്നും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ കാര്യം എന്തിനാണ് ഓർമ്മിക്കാതിരിക്കുന്നത്? തീർച്ചയായും ചരിത്രം ഓർമ്മിക്കപ്പെടേണ്ടത്. നമ്മൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്? ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തപ്പെടാനും ചരിത്രത്തിലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും തീർച്ചയായും ആവശ്യം തന്നെയാണ്. അല്ല, ഗുജറാത്ത് റൈറ്റ് വാസ് എ പൊളിറ്റിക്കൽ പ്രോജക്ട്. അതിന്റെ ബെനിഫിഷ്യറീസ് ഇപ്പോഴും ഈ രാജ്യത്തുണ്ട്. ആൻഡ് ബാബറി ഡിമോളിഷൻ വാസ് എ പൊളിറ്റിക്കൽ പ്രോജക്ട്. അതിന്റെ ബെനിഫിഷ്യറീസ് ഈ രാജ്യത്തുണ്ട്. മറ്റേതങ്ങനെ ആയിരുന്നില്ല. അതൊരു പ്രാദേശികമായ തർക്കവും അതിന്റെ ഒടുവിലുണ്ടായിട്ടുള്ള സംഘർഷവുമാണ്. അതിൽ മനുഷ്യർക്ക് ജീവിതം നഷ്ടപ്പെട്ടു, മനുഷ്യർക്ക് സൗഹാർദ്ദം നഷ്ടപ്പെട്ടു. അത് നമ്മൾ എന്തുമാത്രം മെനക്കെട്ടാണ് പരിഹരിച്ചത്. ഇപ്പൊ അവിടെ ഒരു പ്രശ്നമില്ല. അതുപോലെയല്ല, ബാബരി മസ്ജിദ് ഡിമോളിഷന് ഈ രാജ്യം ഇപ്പോഴും വില കൊടുക്കുന്നുണ്ട്. ബാബരി മസ്ജിദ് ഡിമോളിഷന് ഈ രാജ്യം ഇപ്പോഴും വില കൊടുക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപത്തിന് ഈ രാജ്യം ഇപ്പോഴും വില കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. അതല്ല, ഇതൊരു ഹൈപ്പർ ലോക്കൽ ഇഷ്യൂ ആണ്, മറ്റതുപോലെയല്ല. അല്ലല്ല, അതുപോലല്ല. ഗുജറാത്ത് അത് തീർച്ചയായിട്ടും അല്ല. അത് ഗുജറാത്തിൽ നടന്നതാണ്, ഇത് കേരളത്തിൽ നടന്നതാണ്. ഒക്കെ ആയിക്കോട്ടെ, ഇത് രണ്ടും വർഗീയ കലാപമാണ്, വർഗീയ സംഘർഷമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ എണ്ണമൊന്നും എടുക്കേണ്ട കാര്യമില്ല, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നടക്കാൻ പാടില്ലാത്ത കാര്യം ചരിത്രത്തിൽ സംഭവിച്ചതാണ്. ഇനി അതിനെ ഏത് രീതിയിൽ വായിക്കപ്പെടണമെങ്കിലും ഏത് രീതിയിൽ അതിനെ വിലയിരുത്തപ്പെടണമെങ്കിലും എന്താണെങ്കിലും അത് ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അത് ഓർക്കപ്പെടുകയും വേണം. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇനി അതല്ല പറഞ്ഞു, ഇവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് കഷ്ടപ്പെട്ട് തടുത്തു കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തിന് ഇത്തവണ ഈ കഴിഞ്ഞ 2 ഇലക്ഷനിലും അവർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ വലിയ തിരിച്ചടി ഉണ്ടായി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എന്താണ് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഇവർക്ക് വലിയ തോതിൽ എന്നും അവരുടെ ഒരു വളരെ വിശ്വസ്തതയുള്ള വോട്ട് ബാങ്ക് ആയിരുന്ന ഹിന്ദു വിഭാഗത്തിലെ പ്രത്യേകിച്ച് ഈഴവർ, ആ ഈഴവ വിഭാഗത്തിന്റെ ആ ഒരു വലിയൊരു മേജർ ചങ്ക് ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് കൊല്ലത്തൊക്കെ കണ്ടത്. അപ്പോ ഏത് ബേസ് ആണ് പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുക എന്ന ചിന്തയിൽ നിന്ന് വന്ന ഒരു ഐഡിയയാണിത്. ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. പിന്നെ ഇവിടെ അരുൺകുമാർ പറഞ്ഞ ചില കണക്കുകൾ, ആ കണക്കുകൾക്കകത്ത് ചില ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അല്ല ഷാബു പ്രസാദ്, ഇപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ആലോചിക്കാമല്ലോ. ഇവരിപ്പോ ഈ ഫോമുല എല്ലായിടത്തും പറ്റുന്നുണ്ട്. ഇവർ നിലമ്പൂരിൽ ഇത് പറഞ്ഞു, ഗുണമൊന്നും ഉണ്ടായില്ല. നിലമ്പൂരിൽ ഇവർ ഇത് ഈ അരുൺകുമാർ പ്രസംഗിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പ്രസംഗിച്ചത് ഓരോ ചർച്ചയിൽ പറഞ്ഞാണ്, പഹൽഗാം അറ്റാക്ക് നടത്തിയപ്പോൾ പിന്തുണയ്ക്കുകയോ അതോ അപലപിക്കുകയോ ചെയ്യാത്ത ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള വ്യാജം ഇവർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമി അതിനെ പിന്തുണച്ചു എന്ന മട്ടിലുള്ള സംഗതി. അത്രയും അഗ്രസീവായി ഇവർ വംശീയ സാധ്യതകൾ പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ട്. നിലമ്പൂർ AC ഇല്ലല്ലോ.
പാലക്കാട് ഇവർ പറഞ്ഞു എ സി ഇല്ലല്ലോ, ഇവർ തദ്ദേശത്തിൽ പറഞ്ഞു, ലോക്സഭയിൽ പറഞ്ഞു എ സി ഇല്ല. എന്റെ ചോദ്യം ഇതാണ് ഷാബു. അപ്പൊ നിരന്തരമായി പറഞ്ഞിട്ടും ഷാബു, ഞാൻ ചോദിക്കുന്നത്, നിരന്തരമായി പറഞ്ഞിട്ടും ഏശാത്ത ഒരു സംഗതി, വർക്കാവാത്ത ഒരു ഫോർമുല പിന്നെയും ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? കാരണം ഇതങ്ങോട്ട് കുറച്ചു മുന്നോട്ട് പോയാൽ പിന്നെ ഇതിന്റെ ബെനിഫിഷ്യറി രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പൊ ആ പ്ലാൻ ദുരൂഹമായ ഒരു പ്ലാൻ അതിനകത്തുണ്ടോ ചോദിക്കാൻ? അല്ലല്ല, അവരുടെ കണക്കൂട്ടൽ അതല്ല. അവരുടെ കണക്കൂട്ടലിന്റെ ലോജിക്ക് എന്ന് പറയുന്നതല്ല. ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുഴുവൻ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഒരു രാഷ്ട്രീയ മനസ്സിനെ റിഫ്ലക്ട് ചെയ്യുന്നതല്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടർ അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ കേരളം ആര് ഭരിക്കണം എന്ന ചോദ്യവുമായി അഭിമുഖീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഈ രീതിയിലുള്ള വിഷയങ്ങളുടെ റിസൾട്ട് വേറൊന്നായിരിക്കാം എന്നുള്ളതായിരിക്കും ഇവരുടെ കണക്കുണ്ട്. അത് നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കൂ, കേരളം മുഴുവൻ വോട്ടിംഗ് നടന്നതും ഇവർക്ക് ഭയങ്കരമായി സ്ട്രോങ് ഹോൾഡ് ഏരിയ ആയിരുന്നല്ലോ തദ്ദേശം, ലോക്കൽ ബോഡി ഇവരുടെ. അപ്പൊ അതിനകത്ത് തന്നെ ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനും എടുക്കണം. അതിനൊരു നിയമസഭ സെമി സ്വഭാവം ഉണ്ടല്ലോ. അവിടെ പോലും ഇവർക്ക് വലിയ അടിതെറ്റി എന്ന് വെച്ചാൽ കടുത്ത വിരുദ്ധ വികാരം വർക്ക് ചെയ്യണം. ഇവരുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ വെള്ളാപ്പള്ളി സംഗതി എല്ലാം കൂടി ആഞ്ഞു പണിതിട്ടും ഇവർക്ക് അനുകൂലമായ സംഗതി വന്നില്ലല്ലോ. എന്നിട്ടും ഇത് തന്നെ പറയാം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു വിഭാഗം മനുഷ്യരെ പൂർണ്ണമായും അന്യവൽക്കരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ എന്നിട്ടും ഇത് തന്നെ പറയാന്ന് വെച്ചാൽ ഇതിന് ഇവർ വേറെ ബെനിഫിഷ്യറി ആയി കാണുന്നുണ്ടോ നമ്മൾ കാണാത്തത്? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഇവർക്ക്? ഒരു 10 സീറ്റ് BJP ഇത് പറഞ്ഞ് മാക്സിമത്തിൽ, അങ്ങനെ കോൺഗ്രസിന്റെ സാധ്യത കൊണ്ട് കുറയ്ക്കുക, ഒരു നാരോ എഡ്ജിൽ LDF വരിക, അങ്ങനെയല്ലോ. ഹലോ, കേൾക്കുന്നില്ലേ? BJP വിടൂ, നമുക്ക് BJP വേറെ എടുക്കാം. ഇവർ ഇപ്പോഴും അവരുടെ തന്ത്രത്തിൽ, ആ സ്ട്രാറ്റജിയിൽ ഇവർക്ക് വിശ്വാസമുണ്ട്. 1-2 തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലോ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ പരാജയപ്പെട്ടെങ്കിലും അത് വർക്കൗട്ട് ആകുന്ന, വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ വർക്കൗട്ട് ആകുന്ന സ്ട്രാറ്റജിയാണ് എന്ന് അവർക്ക് ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടെന്നേ. അതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഇവര് ഇപ്പൊ ഇവിടെ അറിഞ്ഞില്ലേ, ഇപ്പം ഇവിടെ റിജൽ ബാങ്ക് ഇരിക്കുന്നു. UDF ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ്. എന്നാൽ മതമല്ല പ്രശ്നം എന്ന് വേറൊന്ന് പറഞ്ഞപ്പോൾ മതമാണ് പ്രശ്നം എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇവരുടെ നേതാവ് KM ഷാജി. ഞങ്ങൾക്ക് മതം തന്നെയാണ് മുമ്പിൽ. ഞങ്ങളുടെ വർഗീയതയാണ് ഈ പറയുന്നത്. മനസ്സിലായില്ല. അല്ല, KM ഷാജി ആ പറഞ്ഞതിലെ വർഗീയത എന്താണ്? മതം ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾ മതത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവരാണെങ്കിൽ മതം ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് പ്രശ്നം, നിങ്ങളുടെ മതം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലോ ഷാജി പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങളുടെ മതം തന്നെയാണ് എന്നുള്ളതാണ്. ഷാബു പ്രസാദിന്റെ മതമാണെന്ന് പറയാൻ എന്താണ് കുഴപ്പം? അങ്ങനെ പറയാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ അത് നിങ്ങൾ മറ്റുള്ളവരുടെ മേലെ കയറാനുള്ള ഒരു ഉപാധിയാക്കരുത്. അതല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സാറേ, കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് വർഗീയത പറയുന്ന മുസ്ലിം ലീഗിനെ വർഗീയത എനിക്ക് മനസ്സിലാവാത്ത ഷാബു. വർഗീയത മീൻസ് പരമത വിദ്വേഷം. ഞങ്ങളുടെ അല്ലാത്ത എല്ലാ മതത്തെയും തീർക്കണം, ഓടിക്കണം, കൊല്ലണം, അവർ മോശമാണ്, അവർ വൃത്തികെട്ടവരാണെന്ന് പറയലാണ്. ഇത് ഞങ്ങളുടെ മതത്തിന്റെ പേരിൽ ഞങ്ങളിവിടെ അതിജീവന പ്രതിസന്ധി അനുഭവിക്കുന്നു, ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് മതം പ്രശ്നമാണ്, പ്രധാനമാണ്. നിങ്ങൾക്ക് പറയാം, അതിപ്പോ ക്രിസ്ത്യാനികൾക്ക് പറയാം, സിഖുകാർക്ക് പറയാം, ആർക്കും പറയാം അവരുടെ മതം അവർക്ക് പ്രധാനമാണെന്ന്. അതിലൂടെ വർഗീയത എവിടെയാ? ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾക്ക് മതം മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത് തന്നെയാണ് വർഗീയത. അത് വർഗീയത അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന്റെ വർഗീയത? അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. മുസ്ലിം മതമാറ്റത്തിൽ ആക്രമിക്കപ്പെടുമ്പോ, അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ തല്ലിക്കൊല്ലുമ്പോൾ, അവർ ഈ നാട്ടിനകത്ത് അപരവൽക്കരിക്കപ്പെടുമ്പോൾ, സ്വാഭാവിക ആ മതത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ ആ മതം ഞങ്ങളുടെ പ്രശ്നമാണെന്ന് പറയാൻ എന്ത് തെറ്റാണ്? നിങ്ങൾക്ക് അവരെ ആക്രമിക്കാൻ എന്ത് അധികാരമാണ്? ഭക്ഷണം കഴിച്ചതിന്റെ പേര് അവരെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ്? ഒരാൾ ചോദിക്കുമ്പോൾ ആ മതമായതുകൊണ്ട് ഞങ്ങളെ വേട്ടയാടാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് ചോദിക്കുന്നത് എന്ത് തെറ്റാണ്? ഭരണം പിടിക്കുന്നത് ഞങ്ങളുടെ സമുദായത്തിന് സ്ഥാപനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നതും വർഗീയതയല്ല. എന്താണ് ഷാജി പറഞ്ഞ? അതിൽ ഷാജി പറഞ്ഞ എന്താണ്? നമ്മളല്ലാതെ ഇവർ ഭരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളോട് വലിയ തോതിലുള്ള അവഗണന കാണിച്ചു, മുസ്ലിം മൈനോറിറ്റിയോട് വലിയ അവഗണന കാണിച്ചു. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കൂടിയാവണം നമുക്ക് ഭരണം കിട്ടേണ്ടതല്ല അയാൾ പ്രസംഗിക്കുന്നത്. അവർ ബാക്കി നിലനിൽക്കുന്ന മുസ്ലിം മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടിയല്ല. സർട്ടിഫിക്കറ്റ് കൊടുത്താലും, നിങ്ങൾ എത്ര ക്ലീൻ ചിറ്റ് കൊടുത്താലും
ഷാജി പ്രസംഗിച്ച അത് ഷാബു പ്രസാദ് ഷാജിയുടെ പ്രസംഗമൊക്കെ ഷാജി പ്രസംഗിച്ചത് അല്ല ഷാജി പ്രസംഗിച്ചത് ശരി അല്ല വെള്ളാപ്പള്ളിക്ക് കൊടുത്തതോ അല്ല ഷാജിയുടെ പ്രസംഗം കുഴപ്പം അല്ല ഷാജിയുടെ പ്രസംഗം കുഴപ്പം ഷാജിയുടെ പ്രസംഗം അരുൺകുമാറെ ക്ലീൻ ചിറ്റ് സമ്മതിച്ചു അരുൺകുമാറെ ഷാജിയുടെ പ്രസംഗം കുഴപ്പം വെള്ളാപ്പള്ളി മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന വ്യാജം പറഞ്ഞപ്പോ മിണ്ടിയോ നിങ്ങൾ കണ്ട ഭാവം നടിച്ചോ? നിങ്ങൾ വലിയ ഓഡിറ്റ് നടത്തുന്നല്ലോ പ്രസംഗങ്ങളുടെ ഓഡിറ്റ്. വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് പറയാം. വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? അരുൺകുമാർ സ്കിപ്പ് അടിക്കേണ്ടി വരും. വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? ഷാജി ആണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? അല്ല ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? സാക്ഷാൽ രമേശ് ചെന്നിത്തലയോട് 2 ദിവസം മുമ്പ് ഞാനത് ചോദിക്കട്ടെ, 2 ദിവസം മുമ്പ് സാക്ഷാൽ രമേശ് ചെന്നിത്തലയോട് ഈ ചോദ്യം ചോദിച്ചല്ലോ. ഞാനിന്ന് രമേശ് ചെന്നിത്തലയുടെ ഇന്റർവ്യൂ എടുത്തിട്ട് വരികയാണ്. രമേശ് ചെന്നിത്തല ഞാൻ ഈ ചോദ്യം ചോദിച്ചു. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയും അരുൺകുമാറും കളിക്കുന്ന അതേ കളി കളിക്കുകയാണ്. ആരായാലും ഞങ്ങൾ എതിർക്കും, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, സമുദായ നേതാക്കളുടെ ആഗ്രഹമില്ല. എന്റെ ചോദ്യം അരുൺകുമാറിനാണ്. ഷാജി വർഗീയത പറഞ്ഞെന്ന് പറയുമ്പോൾ നല്ല വോളിയം ഉണ്ടായിരുന്നു. അതിൽ പറയൂ, വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണോ? ഷാജി വർഗീയ പ്രചാരകനെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? അല്ല, ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഈ ഒറ്റ കാര്യം ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം പറയാനുള്ള അന്തസ്സ് കാണിക്കണം. വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ എന്ന് സാക്ഷാൽ രമേശ് ചെന്നിത്തലയോട് ചോദ്യം ചോദിച്ചു. മറ്റൊരു മാധ്യമ പ്രവർത്തകൻ പ്രധാനപ്പെട്ട ചാനലിൽ ചോദിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്ന മറുപടി എന്താ? അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സമുദായ നേതാവിന് വർഗീയവാദിയാണോ അല്ലോ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ആളല്ല. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ വളരെ എക്സ്പ്ലിസിറ്റ് ആണ്, പ്രകടമാണ്. നിങ്ങളുടെ നിലപാടെന്താ? ഞങ്ങൾ പറഞ്ഞു, അപരമത വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവന ആരും നടത്താൻ പാടില്ല. അത്തരത്തിലുള്ള പ്രസ്താവന നടത്തി ഞങ്ങൾ അപലപിച്ചു, കൃത്യമായി തള്ളി പറഞ്ഞു. 2-3 ദിവസം മുമ്പ് ഒരു മാധ്യമ ഷാജി വർഗീയ പ്രചാരകനാണ്, വെള്ളാപ്പള്ളിയാണോ? അത് കൈവശം വെച്ചാൽ മതി. അല്ല അത് കൈവശം വെച്ചാൽ മതി. ചെന്നിത്തലയ്ക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഷാജിക്ക് സർട്ടിഫിക്കറ്റ്, എല്ലാവർക്കും വാരി കൊടുക്കും. എന്നിട്ട് CPM-ന്റെ നിലപാട് അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ കൈവശം വെച്ചാൽ മതി. നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയെങ്കിൽ അതിന്റെ വീഡിയോ ഒന്ന് കാണിക്ക്. ആ ഇന്റർവ്യൂവിൽ എന്താ പറഞ്ഞേ? കോൺഗ്രസിന്റെ നിലപാട് ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു. താങ്കൾ ആദ്യം പറഞ്ഞോ? നിങ്ങൾ ഇനി അരുൺകുമാറെ എനിക്ക് ഞാൻ വേണേൽ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് വേണേൽ ഫുൾ വീഡിയോ കാണാം എല്ലാം, അല്ലെങ്കിൽ അതിന്റെ ആ പോർഷൻ മാത്രം കട്ട് ചെയ്തൊക്കെ ഞങ്ങളുടെ പേജിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് അദ്ദേഹത്തെ കൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നിലപാട് പറയിക്കാനാണ്. പറഞ്ഞില്ല, എനിക്ക് നിശിതമായ വിമർശനമുണ്ട്. പക്ഷെ നിങ്ങളെ രമേശ് ചെന്നിത്തലയെ പറയല്ലേ, അതിനൊന്നും നിങ്ങൾക്ക് ധാർമ്മിക പരിസരമില്ല. കാരണം നിങ്ങൾക്ക് നിലപാടില്ല. നിങ്ങൾക്ക് ഷാജി എന്ന് പറയുമ്പോൾ വലിയ ഒച്ചയായിരുന്നു. മറ്റേ ചോദിക്കുമ്പോ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരാണ് കേട്ടോ. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരാണ്. ആര് വർഗീയത പറഞ്ഞാലും, വെള്ളാപ്പള്ളി എന്നുള്ള പേര് മിണ്ടിയിട്ടില്ല CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പിൽ. ആര് വർഗീയത പറഞ്ഞാലും എതിർപ്പാണ്. മറ്റേതാണെങ്കിൽ ഷാജി വർഗീയവാദിയല്ലേ, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയല്ലേ, മുസ്ലിം ലീഗ് വർഗീയവാദിയല്ലേ, 100 നാവാണ്. മറ്റേതിൽ മിണ്ടത്തില്ല. മലപ്പുറത്തെ കുറിച്ചാണ് വെള്ളാപ്പള്ളി വ്യാജവും കള്ളവും വംശീയതയും പറഞ്ഞത്. നിങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ മലപ്പുറത്ത് നിവൃത്തിയില്ല. കൊടുക്കുന്നു ചെന്നിത്തലയ്ക്ക്. പതപ്പിച്ചോണ്ടിരിക്കല്ലേ. ഏറ്റവും ആദ്യം AK ആന്റണി എന്താ പറഞ്ഞേ? AK ആന്റണി പറഞ്ഞ വാചകം നിങ്ങളുടെ മുന്നിൽ ഇല്ലേ കൃത്യമായിട്ട്? AK ആന്റണി പറഞ്ഞ വാചകം ഞാൻ വായിക്കണോ? അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ എത്ര സർട്ടിഫിക്കറ്റ് കൊടുത്തു? നിങ്ങൾ കൊടുത്തോണ്ടേയിരിക്കെ. ഇതിൽ മാക്കുറ്റി ഇപ്പം CPIM-ന് നല്ല കോൺഫിഡൻസ് ഈ കാര്യത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആളുകളെ ഉണർത്തും എന്നവർ ശരിയാവണ്ണം വിചാരിക്കുന്നു. ഏതെങ്കിലും ബൈ ഇലക്ഷനിലോ ലോക്കൽ ബോഡിയിലോ ഉണ്ടാക്കിയ നേട്ടമായിരിക്കില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പരാജയമായിരിക്കും കേരളത്തിൽ എന്നാണ് അവരുടെ കോൺഫിഡൻസ്.
ശ്രീ നിഷാദെ, അപ്പൊ അത് അവർക്ക് സ്വപ്നങ്ങൾ കാണാം. ആ സ്വപ്നങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതും. ഈ സർക്കാരിന് ഈ പറയുന്ന പോലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ദുരന്തം അനുഭവിച്ച ജനത ഈ നാട്ടിൽ നിൽക്കുകയാണ്. അവർ കൊടുത്ത തിരിച്ചടി, പ്രത്യേക കണ്ണൂർ ജില്ല ഉൾപ്പെടെ CPM-ന്റെ കോട്ട കൊത്തളങ്ങളെ ജില്ലകളിൽ പോലും ഇടതുപക്ഷത്തിന്റെ സ്വന്തം പഞ്ചായത്തുകൾ പോലും UDF-ന് കിട്ടിയെങ്കിൽ, ഇപ്പൊ പിന്നെ തെക്കോട്ടോ അല്ലെങ്കിൽ മധ്യ കേരളം ഒന്നും പറയണ്ട, എന്റെ ജില്ലയായ കണ്ണൂരിൽ CPM-ന്റെ കോട്ടകൾ ഇപ്പൊ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്ത് 50 വർഷമായി ഭരിച്ച പഞ്ചായത്ത് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല കടന്നു കയറാൻ UDF-ന് കടന്നു കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള വിജയം ഞങ്ങൾക്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഉൾപ്പെടെ മലബാറിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോർപ്പറേഷൻ അകത്ത് പരാജയപ്പെട്ടതിന്റെ സീറ്റ് നിലവാരം നിങ്ങൾ പരിശോധിക്കൂ. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്, നീ തെരഞ്ഞെടുപ്പിലും CJP മുന്നണി ശക്തമായിരുന്നു. ഇപ്പൊ ഞാൻ മത്സരിച്ച ആദ്യകളായി ഡിവിഷനിൽ എനിക്കെതിരായി RSSകാർ ഉണ്ടാക്കിയ വീഡിയോ ആണ് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ വാട്സപ്പ് സ്റ്റാറ്റസായി ഇട്ടത്. അപ്പൊ RSSകാരന്റെ അതേ പ്രചരണായുധം CPM ഇടതുപക്ഷത്തിന്റെ ആളുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്നെ പരാജയപ്പെടുത്താൻ എന്റെ ഡിവിഷനകത്ത് നടത്തിയെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ 720 വോട്ടിന് ആ ഡിവിഷൻ ജയിച്ചത്. അപ്പൊ എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് CJP മുന്നണി വളരെ ശക്തമാണ് ഇവിടെ. ആ മുന്നണിയൊക്കെ വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടി കൊടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. നിങ്ങൾ എന്തൊക്കെ മനപ്പായസം കെട്ടിക്കോളൂ, നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കോളൂ, ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിച്ച നികുതി, നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ള അവരാണ് ഇവിടെ കേരളത്തിൽ കിടന്നടിക്കുന്നത്. നിങ്ങൾ വർദ്ധിപ്പിച്ച നികുതി, നിങ്ങൾ ഇലക്ട്രിസിറ്റി ചാർജ്, നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ള ഭൂനികുതി, നിങ്ങൾ അതോടൊപ്പം ആരോഗ്യ രംഗത്തിലെ തകർച്ച, ഈ ഉൾപ്പെടെ ആഭ്യന്തര രംഗത്തെ തകർച്ച ഉൾപ്പെടെ ഭരണപരമായ വീഴ്ചകളാണ് ജനം നോക്കി വെച്ചിട്ടുള്ളത്. അതിനെ ജനം മറന്നുപോകില്ല എന്നാണ് റിജിലിന്റെ മറുപടി. അല്ല, ആ വീഴ്ചകളുടെ തിരിച്ചടി, ആ വീഴ്ചകളുടെ തിരിച്ചടി ബംഗാൾ പോലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പോകുന്ന ഷാബുവിന് ടേക്കുന്നതാണ്. എനിക്കൊന്ന് അരുണിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഇത് എനിക്ക് തെളിഞ്ഞില്ല. ഈ വാളയാർ ചുരത്തിനപ്പുറം ഭായി ഭായി എന്നും പറഞ്ഞോണ്ട് ഒരേ മുന്നണിക്ക് വേണ്ടി, അതായത് അവിടെ രാഹുൽ ഗാന്ധി വന്ന അരിവാൾ ചുറ്റിയേക്ക് വോട്ട് പിടിക്കും, ഇവരുടെ ചെലവിൽ കോൺഗ്രസിന്റെ ചെലവിൽ കേരളത്തിലെ BJP ഒന്നിച്ചാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു സ്ഥലത്ത് പോയി പ്രചരണം നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. കേരളത്തിലെ CPM അല്ല, കേരളത്തിലെ CPM നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. മോദിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാണ് BJPയും CPM ആണ് ഇവിടെ ഒന്നിച്ച് കേരളത്തിൽ. ഞാൻ അവസാനിപ്പിക്കാം. അരുണിന്റെ അവസാനത്തെ ടേക്ക്. ഒറ്റ കാര്യം അല്ല, അതായത് 50 കോടി രൂപ കൊടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന കനകോലു പറയുന്നതെങ്കിലും നിങ്ങളൊന്ന് സ്വീകരിക്ക്. ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. LDF-ന്റെ അടിസ്ഥാന വോട്ടിൽ ഒരു ഇടിവും ഉണ്ടായിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്. ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒറ്റ മിനിറ്റ് അല്ല, റിജില ഒച്ച ഉണ്ടാക്കല്ല. ഇതെല്ലാ ചർച്ചയിലും താങ്കൾ ചെയ്യും. 2 മിനിറ്റ് പറയാൻ അനുവദിക്കില്ല. ഒറ്റ കാര്യം, ഈ KSRTC ഒറ്റ മിനിറ്റ് അടച്ചുപൂട്ടാനിരുന്ന KSRTC ഏറ്റവും കൂടുതൽ വരുമാനമുള്ള KSRTC ആയിട്ട് മാറി. പവർ കെട്ടില്ലാത്ത 10 വർഷം, അഴിമതിയില്ലാത്ത 10 വർഷം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, നിയമന നിരോധനമില്ലാത്ത 10 വർഷം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, ട്രഷറി അടച്ചുപൂട്ടാത്ത 10 വർഷം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരാത്ത 10 വർഷം, റേഷൻ മുടങ്ങാത്ത 10 വർഷം, സ്കൂളുകൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പാഠപുസ്തകം മുടങ്ങാത്ത 10 വർഷം, കിടപ്പാടം വ്യക്തിയില്ലാത്തതാണ്. ഇതൊക്കെ പരിശോധിക്കും. ദേശീയപാത, തീരദേശപാത, മലയോരപാത, ദേശീയ ജലപാത, ജലമെട്രോ, K-ഫോൺ, AI ക്യാമറ, മാലിന്യ നിർമ്മാർജ്ജനം, ഇടമൺ രംഗത്തിന്റെ അവസ്ഥ കേരളം ജനങ്ങൾക്കറിയാം. ആശുപത്രിയിൽ ജീവനോടെ പോയാൽ തിരിച്ചിറങ്ങാൻ പറ്റാത്ത ആരോഗ്യ രംഗാണ്. മരുന്നില്ലാത്ത ആശുപത്രിയാണ്, മരുന്ന് മെഡിക്കൽ കോളേജാണ്. അതിന് സർക്കാരിന്റെ പെർഫോമൻസോ സർക്കാരിന്റെ വീഴ്ച എന്താണ് ജനം വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ വിഷയങ്ങൾ ഇങ്ങനെ തുളച്ചു പൊന്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പോറ്റില്ല. അരുൺ കുമാർ, ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്